മെഡിമിക്സിന്റെ ചരിത്രത്തിൽ അവർ ഉപയോഗിച്ചിരുന്ന ഒരു ഹെർബൽ ഓയിൽ ഇത്രയും വലിയൊരു സോപ്പ് മാർക്കറ്റിലേക്ക് ഇറക്കാൻ പറ്റും എന്നുള്ളതാണ് ഡോക്ടർ സിദ്ധൻ ഉപയോഗിച്ച തന്ത്രം. ഒരു പ്രോഡക്റ്റ് തമിഴ്നാട്ടിൽ നമ്പർ 1 ആണെങ്കിൽ ആ പ്രോഡക്റ്റ് ചിലപ്പോൾ കേരളത്തിൽ കാണാനേ ഉണ്ടാവില്ല. എന്നാൽ ആന്ധ്രയിൽ നമ്പർ 1 പ്രോഡക്റ്റ് ആണെങ്കിൽ അത് തമിഴ്നാട്ടിൽ ഉണ്ടാവണമെന്നില്ല. പക്ഷെ മെഡിമിക്സിന്റെ മാർക്കറ്റ് ഷെയർ എല്ലാ സ്റ്റേറ്റിലും ഈക്വലാണ്. പിന്നെ ഇപ്പോൾ മെഡിമിക്സ് എന്ന് പറഞ്ഞാൽ ഇന്നിപ്പോൾ സോപ്പ് മാത്രമല്ല, അത് നമുക്ക് ഷാമ്പുവും ഹാൻഡ് വാഷും ഒക്കെ ഉണ്ട്. ഗൂഗിൾ ചെയ്തിട്ട് കിട്ടുന്ന അറിവ് കൊണ്ടൊന്നും ബിസിനസ്സിലേക്ക് ഇറങ്ങരുത്. ആരും തന്നെ വളരെ ശ്രദ്ധിച്ചൊന്നും ഒരു പരസ്യം കാണില്ല. നമ്മൾ എത്രയോ പരസ്യങ്ങൾ കാണുന്നില്ല. അപ്പോൾ അതിങ്ങനെ കേട്ടുകൊണ്ടിരിക്കും. ഇത് എപ്പോഴും പുതിയതായിട്ട് എന്തെങ്കിലും പഠിക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. വളരെ വ്യത്യസ്തമായ കഴിവുകൾ ഓരോരുത്തരിലും ഉണ്ട്. അപ്പോൾ അത് കണ്ടെത്തി അതിനെ നമ്മൾ അത് പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു പോളിസി. പിന്നെ ഞാൻ ഒരിക്കലും ഒരു എഴുത്തുകാരനാകാൻ ആഗ്രഹിച്ചിരുന്ന ആളല്ല. കൊറോണ സമയത്താണ് അങ്ങനെ ഒരു ചിന്ത വരുന്നത്. ഞാൻ നേരിട്ട അനുഭവങ്ങൾ, ഞാൻ നേരിട്ട പ്രതിസന്ധികൾ, ഞാൻ തരണം ചെയ്ത് വിജയിച്ച കാര്യമോ അല്ലെങ്കിൽ തോറ്റ കാര്യമാണ് ഞാൻ എഴുതിയത്. ഓരോ ചാപ്റ്ററിലും വായനക്കാരനെ എന്തെങ്കിലും ഉൾക്കൊള്ളുവാനും അയാൾക്ക് അതിൽ നിന്ന് എന്തെങ്കിലും ലഭിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഞാൻ നാടകബന്ധം ഉള്ളത് കൊണ്ടായിരിക്കാം സിനിമയിലേക്ക് വന്നുപെട്ടത്. ആദ്യത്തെ വർഷം തന്നെ എനിക്ക് സംസ്ഥാന അവാർഡ് കിട്ടി, രണ്ടാമത്തെ വർഷം നാഷണൽ അവാർഡ് കിട്ടി, മൂന്നാമത്തെ വർഷം വീണ്ടും സ്റ്റേറ്റ് അവാർഡ് കിട്ടി. അങ്ങനെ അടുപ്പിച്ച് 3 കൊല്ലവും. ഇതൊക്കെ ആയിരിക്കാം സിനിമയോട് കൂടുതൽ താല്പര്യം ഉണ്ടാക്കിയത്. ചെയ്ത ജോണറിലുള്ള മറ്റൊരു സിനിമ ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. ഇപ്പോൾ സൂക്ഷ്മദർശിനിയുടെ അതേ ജോണറിൽ ഇനിയൊരു സിനിമ ചെയ്യാമെന്ന് പറഞ്ഞാൽ എനിക്ക് താല്പര്യമില്ല. പ്രതിസന്ധി എന്നുമുണ്ട്. അതും മലയാള സിനിമയെ മാത്രമല്ല, ബിസിനസ്സിലും അതെ. എല്ലാ രംഗത്തുള്ളവർക്കും പ്രതിസന്ധിയുണ്ട്. സ്ഥിരമായിട്ട് സിനിമയെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന കുറേ തൊഴിലാളികളുണ്ട്. അവരുടെ ജീവിതമാണ് നമ്മൾ നോക്കേണ്ടത്. നിർമ്മാതാക്കൾ അങ്ങനെ നിർബന്ധമായിട്ട് സിനിമ ചെയ്യണമെന്നൊന്നും ഇവിടെ ഇല്ല. ഇതിലെല്ലാം നമ്മൾ ഉണ്ടാവണം. നമ്മൾ എല്ലാ സെഗ്മെന്റിലും ഉണ്ടെങ്കിലേ നമുക്ക് നിലനിൽപ്പുള്ളൂ. ഒരു 5 കൊല്ലം കഴിഞ്ഞാൽ ഇനി എന്താണെന്ന് പറയാൻ പറ്റില്ല. മലയാളിക്ക് ഏറെ സുപരിചിതമാണ് മെഡിമിക്സ് എന്ന പേരും മെഡിമിക്സിന്റെ സുഗന്ധവും. മെഡിമിക്സ് ഉൾപ്പെടെ വ്യത്യസ്ത സംരംഭങ്ങൾ നയിക്കുന്ന AVA ഗ്രൂപ്പിന്റെ മാനേജിംഗ് ഡയറക്ടർ AV അനൂപാണ് ഇന്ന് ജനം ബിസിനസ്സിൽ നമ്മോടൊപ്പമുള്ളത്. നമസ്കാരം സാറേ. മെഡിമിക്സ് എന്ന് പറയുമ്പോൾ ഒരു മലയാളിയെ സംബന്ധിച്ചിടത്തോളം ഒരു ഗൃഹാതുരത്വം നടത്തുന്ന ഒരു സോപ്പ് തന്നെയാണ്. ഞാൻ സാറിനെ സംബന്ധിച്ചും കൂടെ പറയുകയാണെങ്കിൽ സാറ് വ്യത്യസ്ത പ്രൊഫൈലുകളുള്ള ഒരാളാണെന്ന് മനസ്സിലായി. സംരംഭകനൊപ്പം തന്നെ സിനിമ അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നു. അപ്പോൾ സാറ് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇതിൻ്റെ ഒരു തുടക്കം, അതായത് സാറിന് ചെറുപ്പം മുതലേ ഒരു ബിസിനസ്സുകാരനാകണമെന്ന് തന്നെയായിരുന്നു ആഗ്രഹം? വ്യത്യസ്ത പ്രൊഫൈലുള്ളത് കൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. അല്ല, എൻ്റെ ചെറുപ്പകാലവും ഇന്നത്തെ ഞാനും തമ്മിൽ ഒരു ബന്ധവുമില്ല. ഞാൻ അടുത്ത കാലത്ത് ഒരു പുസ്തകം എഴുതിയിരുന്നു, U-Turn. അതിനകത്ത് അതിനെക്കുറിച്ചൊക്കെ ഞാൻ പ്രതിപാദിച്ചിട്ടുണ്ട്. മെഡിമിക്സ് തുടങ്ങുന്നത് ഞാനല്ല, എൻ്റെ അമ്മാവനാണ്, ഡോക്ടർ VP സിദ്ധൻ. അദ്ദേഹം ചെന്നൈയിൽ റെയിൽവേ ഹോസ്പിറ്റലിൽ ഡോക്ടറായിരുന്നു. ആ സമയത്ത് പേഷ്യൻസിന് വേണ്ടി ഉണ്ടാക്കിയതാണ് മെഡിമിക്സ്. എൻ്റെ അച്ഛൻ AG വാസവൻ, അദ്ദേഹം കേരള ഫിഷറീസ് ഡയറക്ടറായിരുന്നു. അപ്പോൾ ഡയറക്ടറായിരിക്കുമ്പോൾ തന്നെയാണ് അദ്ദേഹം മരണപ്പെടുന്നത്. അച്ഛൻ്റെ സ്വപ്നം എന്നെ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാക്കുക എന്നതായിരുന്നു. ഞാനും അങ്ങനെ തന്നെ ഉദ്ദേശിച്ചിരുന്നുള്ളൂ. അല്ലാതെ ഒരു വലിയ അച്ചീവ്മെൻറ്റ്സ് ഒന്നും അങ്ങനെ സ്വപ്നം കണ്ട ആളല്ല. അതുപോലെ തന്നെ മറ്റ് കാര്യങ്ങളിലൊന്നും തന്നെ അങ്ങനെ ഒരു കൂടുതൽ മിടുക്കനായിരുന്ന വിദ്യാർത്ഥിയൊന്നുമല്ല. അപ്പോൾ ആ ഒരു രീതിയിലാണ് ഞാൻ പോരുന്നത്. പക്ഷെ അച്ഛൻ്റെ മരണമാണ് എന്നെ ആകെ മാറ്റിമറിച്ചത്. എന്തോ ഒരു പ്രത്യേക ചില കഴിവുകൾ എന്നിലേക്ക് അങ്ങ് വന്നു കയറിയ പോലെയായിരുന്നു. പിന്നീട് അങ്ങോട്ട് കുടുംബ ചുമതല ഏറ്റെടുക്കേണ്ടി വന്നതോട് കൂടി. അപ്പോൾ പല കാരണങ്ങളെ കൊണ്ട് എനിക്ക് പിന്നെ മദ്രാസിൽ പോകേണ്ടി വന്നു, അമ്മാവൻ്റെ കമ്പനി ഏറ്റെടുക്കേണ്ടി വന്നു. അങ്ങനെയാണ് ഞാൻ ഈ ബിസിനസ്സിൽ എത്തിപ്പെടുന്നത്. പക്ഷേ സ്വന്തമായിട്ട് ഓരോന്ന് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് ഉള്ളിൽ കിടന്ന സർഗ്ഗവാസനകളെല്ലാം പുറത്തു വരികയും. പഠിക്കുന്ന കാലത്ത് തന്നെ ഞാൻ നാടകം ചെയ്യുമായിരുന്നു. കോളേജിൽ പഠിക്കുമ്പോൾ നാടകം ചെയ്യുമായിരുന്നു. പക്ഷേ അതെല്ലാം മദ്രാസിൽ പോയതിന് ശേഷം വളരെ സജീവമായി പ്രവർത്തിക്കാൻ സാധിച്ചു. സാമൂഹ്യ പ്രവർത്തനങ്ങളിലും ഏർപ്പെടുന്നു. പിന്നെ ഇപ്പം അടുത്ത കാലത്തായിട്ട് ഫ്ലൂട്ട് പഠിച്ചു. അപ്പോൾ അത് നമുക്ക് എപ്പോഴും പുതിയതായിട്ട് എന്തെങ്കിലും പഠിക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. സാധാരണ സംരംഭകരിൽ കാണാത്തൊരു കാര്യമാണ്. അല്ല, അത് എല്ലാവരും ബിസിനസ് എന്നുള്ളതും പണം ഉണ്ടാക്കുക എന്നുള്ളതായിരിക്കാം അവരുടെ ലക്ഷ്യം. പക്ഷേ ഞാൻ ആദ്യം മുതലേ എൻ്റെ വിവാഹം കഴിഞ്ഞപ്പോൾ ഭാര്യയോട് പോലും ഞാനത് പറയേണ്ടി വന്നു. കാരണം ഞാൻ അന്ന് ഷട്ടിൽ കളിച്ചിരുന്നൊരു പ്ലെയറാണ്. അപ്പോൾ ഇൻ്റർ ക്ലബ്ബ് ടൂർണമെൻറ്റ്സിലെല്ലാം പങ്കെടുക്കുമായിരുന്നു. അപ്പോൾ തുടക്കകാലത്ത് പോലും ഞാൻ എൻ്റെ എല്ലാ അത്തരം വാസനകളെയും വളർത്താൻ ശ്രമിക്കുകയാണ് ചെയ്തത്. എൻ്റെ മക്കളോട് ഞാനത് തന്നെ പറഞ്ഞു, അവരുടെ കഴിവുകൾ അവർ ഉപയോഗപ്പെടുത്തുക എന്നുള്ളത്. വളരെ വ്യത്യസ്തമായ കഴിവുകൾ ഓരോരുത്തരിലും ഉണ്ട്. അപ്പോൾ അത് കണ്ടെത്തി അതിനെ നമ്മൾ അത് പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു പോളിസി. ആയുർവേദ സോപ്പായിട്ടാണല്ലോ ഇത് തുടങ്ങുന്നത്. പിന്നീട് അതൊരു പേഴ്സണൽ കെയർ ഇതിലോട്ട് പോകുമായിരുന്നു. അത് ആ ഒരു ഇവോൾവ്മെന്റ് എങ്ങനെയാണ്? അതാ ഞാൻ പറഞ്ഞ റെയിൽവേയിലെ രോഗികൾക്ക് ചർമ്മ ചികിത്സയ്ക്ക് വേണ്ടി വരുമ്പോൾ ഞങ്ങളുടെ കുടുംബത്തിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നൊരു ഓയിലാണ് വിപ്രതി ഓയിൽ. അത് 18 മരുന്നുകൾ ചേർന്നതാണ്. 100-300 വർഷമായിട്ട് ഞങ്ങളുടെ കുടുംബത്തിൽ ആയുർവേദ ചികിത്സകരുണ്ടായിരുന്നു.
അപ്പോൾ ഡോക്ടർ സിദ്ധൻ ആ ഓയിലാണ് പേഷ്യൻസിന് കൊടുക്കുകയും അത് നല്ല ഗുണം ലഭിക്കുകയും ചെയ്തപ്പോൾ അവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ ദിവസവും അത് എണ്ണയൊക്കെ തേച്ച് ജോലിക്ക് പോകാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ സോപ്പ് ഫോമിൽ ഉണ്ടാക്കി ശ്രമിച്ചതാണ്. അങ്ങനെയാണ് അത് മെഡിമിക്സ് എന്നുള്ള പേര്, മെഡിസിനൽ മിക്സ് എന്നുള്ള പേരിൽ സോപ്പ് മാർക്കറ്റിൽ ഇറക്കുന്നത്. പിന്നെ ഇപ്പോൾ മെഡിമിക്സ് എന്ന് പറഞ്ഞാൽ ഇന്നിപ്പോൾ സോപ്പ് മാത്രമല്ല, അത് നമുക്ക് ഷാമ്പുവും ഹാൻഡ് വാഷും ഒക്കെ ഉണ്ട്. ഇപ്പോഴും എല്ലാ പ്രോഡക്റ്റ്സും ആയുർവേദ എന്നുള്ള ഒരു കാറ്റഗറി തന്നെയാണ് നമ്മൾ വിൽക്കുന്നത്. ഇപ്പോൾ ഇതൊരു കോമ്പറ്റീറ്റീവ് മാർക്കറ്റ് ആണല്ലോ എന്തായാലും. അത് മെഡിമിക്സിൻ്റെ ഒരു സ്ഥാനം എവിടെയാണ് നിർണ്ണയിക്കുന്നത്? അല്ല, മെഡിമിക്സ് ഇപ്പോൾ ഞാനിപ്പോൾ AVA എന്ന് പറയുന്നത് ഞങ്ങളുടെ ഫാമിലിയിൽ 2 ഗ്രൂപ്പാണ്. അപ്പോൾ ഞാൻ സൗത്ത് ഇന്ത്യൻ മാർക്കറ്റ് നോക്കാനാണ് AVA ഗ്രൂപ്പിനെ ഏൽപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ സൗത്ത് ഇന്ത്യൻ മാർക്കറ്റിൽ എനിക്ക് തോന്നുന്നു വേറെ ഒരു സോപ്പിനും എല്ലാ സ്റ്റേറ്റിലും ഈക്വൽ മാർക്കറ്റ് ഷെയർ ഉള്ളത് മെഡിമിക്സിന് മാത്രമായിരിക്കും. ഒരു പ്രോഡക്റ്റ് തമിഴ്നാട്ടിൽ നമ്പർ 1 ആണെങ്കിൽ ആ പ്രോഡക്റ്റ് ചിലപ്പോൾ കേരളത്തിൽ കാണാനേ ഉണ്ടാവില്ല. അല്ല, ആന്ധ്രയിൽ നമ്പർ 1 പ്രോഡക്റ്റ് ആണെങ്കിൽ അത് തമിഴ്നാട്ടിൽ ഉണ്ടാവണമെന്നില്ല. പക്ഷെ മെഡിമിക്സിൻ്റെ മാർക്കറ്റ് ഷെയർ എല്ലാ സ്റ്റേറ്റിലും ഈക്വലാണ്. ആ രീതിയിൽ മെഡിമിക്സ് വ്യത്യസ്തമാണ്. നമ്മൾ മെഡിമിക്സ് ഒരു കമ്പനി എന്നുള്ള രീതിയിൽ 6ാം സ്ഥാനമോ 7ാം സ്ഥാനത്തൊക്കെ ആയിരിക്കും. പക്ഷേ നമ്മൾ എല്ലാ സ്റ്റേറ്റിലും ഒരുപോലെ വിൽക്കാൻ സാധിക്കുന്നു. അതും ആയുർവേദ ലേബലിൽ വിൽക്കുന്ന ആയുർവേദ ലേബലിൽ ഏറ്റവും കൂടുതൽ വിൽക്കുന്ന സോപ്പ് തന്നെയാണ്. ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ വിൽക്കുന്ന സോപ്പാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ പരസ്യമൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ട്. വളരെ വ്യത്യസ്തമായ രീതിയിലുള്ള പരസ്യം ഒക്കെയാണ് അതിന് ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ ഒരു മാർക്കറ്റിംഗ് തന്ത്രം എന്ന ഭാഗം, മാർക്കറ്റിംഗ് തന്ത്രത്തിൻ്റെ ഭാഗം എന്ന നിലയിൽ അത് എത്രത്തോളം സ്വാധീനിച്ചിട്ടുണ്ട്? അല്ല, ഓരോ കാലഘട്ടത്തിനനുസരിച്ച് നമ്മൾ മാർക്കറ്റിങ്ങിൽ മാറ്റം വരുത്തുന്നുണ്ട്. നമ്മൾ ആദ്യകാലം മുതലേ നമ്മൾ ശ്രദ്ധിച്ചിരുന്നത് റൂറൽ മാർക്കറ്റിംഗ് ആയിരുന്നു. അപ്പോൾ അവിടെ വില്ലേജസിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ അമ്പലങ്ങളിലോ പള്ളിയിലൊക്കെ നടക്കുന്ന ഉത്സവങ്ങളിലൊക്കെ നമ്മൾ പങ്കെടുക്കാറുണ്ട്. ആ മെഡിമിക്സിൻ്റെ പരസ്യം ചെയ്യാറുണ്ട്. ഭക്തർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മെഡിമിക്സിലൂടെ ലഭിക്കുന്ന രീതിയിലുള്ള തന്ത്രങ്ങളൊക്കെയാണ് അന്ന് ഉപയോഗിച്ചത്. പിന്നെ പ്രൈവറ്റ് ടെലിവിഷൻ ചാനലുകൾ വന്നപ്പോൾ ആദ്യമേ അത് ഉപയോഗപ്പെടുത്തി. ആ സമയത്ത് തന്നെ നമ്മൾ ജിങ്കിൾ, ആദ്യത്തെ മെഡിമിക്സിൻ്റെ ജിങ്കിൾ ഇറങ്ങുന്നു. ആ ജിങ്കിള് ഭാഗ്യം കൊണ്ട് നമുക്ക് അന്ന് സംവിധാനം ചെയ്യാൻ ഏൽപ്പിച്ച ചെറുപ്പക്കാരനാണ് പിന്നീട് AR റഹ്മാനായി മാറുന്നത്. അത് നമുക്ക് വലിയ ഗുണം ചെയ്തു. പിന്നെ ആ ജിങ്കിളിൽ പാടിയത് P. സുശീലാമ്മയാണ്. അവരും വേറെ പരസ്യത്തിലൊന്നും പാടിയിട്ടില്ല. അങ്ങനെ ഓരോ സ്റ്റേജിലും നമുക്ക് അതാത് കാലഘട്ടത്തിലെ കാര്യങ്ങൾ ഉപയോഗപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇന്ന് ഇപ്പോൾ വേറൊരു യുഗത്തിലാണ്. അപ്പോൾ സോഷ്യൽ മീഡിയയുടെ ഇൻഫ്ലുവൻസ് കൂടുതലാണ്. അപ്പോൾ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് മറ്റു പല മാർഗങ്ങളിലും നമ്മൾ പരസ്യം ചെയ്യുന്നുണ്ട്. യുവാക്കളിലേക്ക് എത്തണമെങ്കിൽ അവർ കാണുന്ന രീതിയിലായിരിക്കണം. പ്രായം കൂടിയവർ കാണുന്നത് ഒരുപക്ഷെ വീട്ടിലിരുന്ന് സീരിയലുകളായിരിക്കാം. അങ്ങനെ ഓരോ കാറ്റഗറി ആളുകൾക്കും വേണ്ടിയിട്ടുള്ള പ്രത്യേക തരത്തിലുള്ള പരസ്യ സംവിധാനം നമ്മൾ പ്ലാൻ ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു സംരംഭകനായിക്കൊണ്ടൊരു കലാരംഗത്തേക്ക് കിടക്കുമ്പോൾ കുറച്ചുകൂടെ ഒരു ഫ്രീഡം ഉണ്ടല്ലോ. അപ്പം എന്താ പറയുന്ന അതൊരു പ്രൊഫഷനായിട്ട് എടുക്കാതെ അതൊരു പാഷനായിട്ട് വരുമ്പോൾ, അങ്ങനെ വരുമ്പോൾ ഒരു സിനിമയുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് സാറിൻ്റെ ഓർമ്മ? ഞാൻ നാടകബന്ധം ഉള്ളത് കൊണ്ടായിരിക്കാം സിനിമയിലേക്ക് വന്നുപെട്ടത്. പിന്നെ അത് മാത്രമല്ല, പഠിക്കുന്ന കാലത്ത് തന്നെ കുറേ സിനിമാക്കാർ, ഇപ്പോൾ കോളേജിലാണെങ്കിൽ എൻ്റെ അതേ കാലഘട്ടത്തിൽ തന്നെയാണ് മോഹൻലാൽ പഠിച്ചിട്ടുള്ളത്. ജഗദീഷ് ഒരു അധ്യാപകനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സ്റ്റുഡൻ്റാണ് ഞാൻ. അപ്പോൾ ആ രീതിയിലൊക്കെ അവരുമായിട്ടൊക്കെ ബന്ധമുണ്ട്. ഇന്നിപ്പോൾ മലയാള സിനിമയിൽ നിറഞ്ഞു നിൽക്കുന്ന പലരും ആ കാലത്ത് തിരുവനന്തപുരത്ത് ഉണ്ടായിരുന്നവർ തന്നെയാണ്. പക്ഷേ അന്നൊന്നും ഞാൻ സിനിമയിൽ താല്പര്യം ഉണ്ടായിരുന്നില്ല. നാടകമായിരുന്നു എൻ്റെ തട്ടകം. പിന്നീട് ശ്രീനാരായണ ഗുരുവിനെ കുറിച്ചുള്ളൊരു സിനിമ ചെയ്യാൻ വേണ്ടിയാണ്, യുഗപുരുഷൻ എന്ന് പറഞ്ഞ സിനിമയ്ക്ക് വേണ്ടിയാണ് ഞാൻ AVA പ്രൊഡക്ഷൻസ് ആരംഭിക്കുന്നത്. പക്ഷേ എൻ്റെ താല്പര്യം കൊണ്ടും പിന്നെ ആദ്യത്തെ വർഷം തന്നെ എനിക്ക് സംസ്ഥാന അവാർഡ് കിട്ടി, 2ാമത്തെ വർഷം നാഷണൽ അവാർഡ് കിട്ടി, 3ാമത്തെ വർഷം വീണ്ടും സ്റ്റേറ്റ് അവാർഡ് കിട്ടി. അങ്ങനെ അടുപ്പിച്ച് 3 കൊല്ലവും എനിക്ക് അവാർഡുകൾ വന്നു. ഇതൊക്കെ ആയിരിക്കാം സിനിമയോട് കൂടുതൽ താല്പര്യം ഉണ്ടാക്കിയത്. പിന്നെ ഞാൻ കമേഴ്ഷ്യൽ മാത്രമല്ല, ഞാൻ ഫെസ്റ്റിവൽ സിനിമകൾ ചെയ്യുന്നുണ്ട്, ഷോർട്ട് ഫിലിമുകൾ ചെയ്യുന്നുണ്ട്, ഡോക്യുമെൻ്ററികൾ ചെയ്യുന്നുണ്ട്. ഒരുപക്ഷെ ഇന്ത്യൻ പനോരമയിൽ, ഗോവ ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ ഈ 3 കാറ്റഗറിയിലും സിനിമ സെലക്ഷൻ കിട്ടിയിട്ടുള്ള പ്രൊഡ്യൂസർ ഞാൻ മാത്രമായിരിക്കും. എൻ്റെ ഫീച്ചർ ഫിലിമും ഷോർട്ട് ഫിലിമും ഡോക്യുമെൻ്ററിയും ഇന്ത്യൻ പനോരമയിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു അങ്ങനെ ഒരു നിർമ്മാണം. പക്ഷേ കൂടുതൽ സിനിമകളൊന്നും ചെയ്യില്ല. വർഷത്തിലൊരു സിനിമ അല്ലെങ്കിൽ 2 സിനിമ എന്നുള്ള രീതിയിലാണ് നിർമ്മാണം. അഭിനയം ചെറുപ്പകാലത്തൊക്കെ ധാരാളം ഓഫേഴ്സ് വന്നിരുന്നു പ്രധാന വേഷങ്ങളൊക്കെ ചെയ്യാൻ. പക്ഷേ അതെൻ്റെ ബിസിനസ്സിനെ ബാധിക്കുമായിരുന്നു അന്ന്. അതുകൊണ്ട് ഞാൻ അതിലേക്ക് ശ്രദ്ധിച്ചിരുന്നില്ല. ഇപ്പോൾ എൻ്റെ സുഹൃത്തുക്കളൊക്കെ റിട്ടയറായി വീട്ടിലിരിക്കുകയാണ്. ഞാനിപ്പോഴും ബിസിനസ് ചെയ്യുന്നുണ്ടെങ്കിൽ അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ പ്രായത്തിൽ
കുറച്ചൊക്കെ അഭിനയം നമുക്കാകാം, അല്ലെങ്കിൽ അതൊരു തീർച്ചയായും അതുമായി ബന്ധപ്പെട്ട് സാറിന് മനസ്സിൽ എന്തെങ്കിലുമൊക്കെ പദ്ധതികൾ ഉണ്ടാവുമല്ലോ ഈ ഭാവിയിലോട്ട് ചെയ്യാൻ, നിർമ്മാണം അല്ലാതെ അല്ല, ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പോൾ മലയാളത്തിൽ എൻ്റെ അവസാനം ഇറങ്ങിയ ഞാൻ പ്രൊഡ്യൂസ് ചെയ്ത സിനിമയാണ് സൂക്ഷ്മദർശിനി. വലിയ വിജയമായിരുന്നു. അതിലൊരു ചെറിയ വേഷം ഞാൻ ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ വർഷം തന്നെയാണ് രജനീകാന്തിൻ്റെ വേട്ടയാൻ എന്ന സിനിമയിൽ അദ്ദേഹത്തോടൊപ്പം അഭിനയിക്കാൻ ഭാഗ്യം കിട്ടിയിട്ടുണ്ട് എനിക്ക്. ഇപ്പോഴൊരു തമിഴ് സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവസരം കിട്ടിയാൽ ഞാൻ ചെയ്യുന്നുണ്ട്. അത് എല്ലാ ദിവസവും അഭിനയിക്കാൻ പോകാൻ പറ്റില്ല. അപ്പോൾ അത് ഏതെങ്കിലും ഒരു സമയം കുറച്ച് ദിവസം മാറ്റി വയ്ക്കുന്നു, ഒരു സിനിമ ചെയ്യും. മാറി നിൽക്കുന്നില്ല. അല്ല, അതാണ്. എന്തായാലും എല്ലാ വർഷവും എൻ്റെ അഭിനയിക്കുന്ന ഒരു സിനിമയും റിലീസ് ചെയ്യും, അത് ഉറപ്പാണ്. നമ്മൾ മെഡിമിക്സിലോട്ട് വന്നാൽ അന്താരാഷ്ട്ര വിപണിയിലോട്ട് പോകുമ്പോൾ എന്തൊക്കെയാണ് അതിന് ലക്ഷ്യം? അതാണ് ഞാൻ പറഞ്ഞത്. ഞാനിപ്പോൾ സൗത്ത് ഇന്ത്യ മാർക്കറ്റ് മാത്രമേ നോക്കുന്നുള്ളൂ. അപ്പോൾ അന്താരാഷ്ട്ര വിപണി ഞാൻ പറയുന്നത് ശരിയല്ല. അന്താരാഷ്ട്ര വിപണിയിൽ എനിക്ക് മേളം ബ്രാൻഡുണ്ട്. മേളം മസാല ഞാൻ 11 കൊല്ലം മുമ്പ് ഏറ്റെടുത്തൊരു ബ്രാൻഡാണ്. അതിൻ്റെ ഇത് നല്ല രീതിയിൽ വിദേശ മാർക്കറ്റുകളിൽ പോകുന്നുണ്ട്. പിന്നെ കൈത്ര എന്ന പേരിൽ പേഴ്സണൽ കെയർ പ്രോഡക്ട്സ് എനിക്കൊരു ബ്രാൻഡുണ്ട്. അതിൽ സോപ്പും വരുന്നുണ്ട്. അത് പക്ഷേ അന്താരാഷ്ട്ര മാർക്കറ്റിലേക്ക് വേണ്ടിയാണ്. അത് പല വിദേശ മാർക്കറ്റുകളിലും ഒരുവിധം പേരെടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. ഭാവിയിൽ തീർച്ചയായിട്ടും ഞാനത് കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതുവരെയുള്ള മാർക്കറ്റിംഗ് സ്ട്രാറ്റജി അനുസരിച്ച് നമ്മളെപ്പോഴും മലയാളികൾ ഗൾഫിലുണ്ട്, അതുകൊണ്ട് അവിടെ വിൽക്കാം, അല്ലെങ്കിൽ തമിഴ് ആളുകൾ മലേഷ്യയിലുണ്ട്, അവിടെ വിൽക്കാം എന്നുള്ള ധാരണയായിരുന്നു. ഇപ്പോൾ കാലം മാറി. ഇപ്പോൾ സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ കേരളത്തിൽ കാണുന്നതിനേക്കാൾ കൂടുതൽ മലയാള സിനിമ കാണുന്നത് കേരളത്തിന് പുറത്താണ്. വരുമാനവും അതുപോലെ തന്നെയാണ്. അങ്ങനെ ഒരു കാലമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതേപോലെ തന്നെയാണ് പ്രോഡക്ട്സും. ഈ കൊച്ചു കേരളത്തിൽ ഉണ്ടാക്കുന്ന ഒരു പ്രോഡക്റ്റ് ലോകത്തിൽ എവിടെ വേണമെങ്കിലും വിൽക്കാം. ആ രാജ്യത്തിലെ ആളുകളെയും കൂടെ കണക്കിലെടുത്തുകൊണ്ട് അവർക്ക് വേണ്ട പ്രോഡക്ട്സ് ഉണ്ടാക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പം അങ്ങനെ ഒരു ശ്രമമാണ് ഇപ്പോൾ ഞാൻ നടത്തുന്നത്. സർ, ഒരു എഴുത്തുകാരൻ എന്ന നിലയിൽ യു ടേൺ എന്ന പുസ്തകത്തിന് വലിയ പ്രതികരണം ലഭിച്ചിട്ടുണ്ടാവുമല്ലോ. എങ്ങനെയായിരുന്നു അത്? വായനക്കാരിൽ നിന്നുള്ള അതിൻ്റെ ഒരു പ്രതികരണം എന്തായിരുന്നു? അല്ല, പ്രതികരണം നോക്കണ്ട. DC ബുക്സ് പബ്ലിഷ് ചെയ്തത് 1.5 വർഷം മുമ്പാണ്. 6ാം പതിപ്പ് ഇറങ്ങിക്കഴിഞ്ഞു. അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം അതിൻ്റെ ഒരു പ്രതികരണം എന്താണെന്ന്. പിന്നെ ഞാൻ ഒരിക്കലും ഒരു എഴുത്തുകാരനാകാൻ ആഗ്രഹിച്ചിരുന്ന ആളല്ല. കൊറോണ സമയത്താണ് അങ്ങനെ ഒരു ചിന്ത വരുന്നത്. വീട്ടുകാരോട് അനുഭവത്തിൽ നിന്നും ഓർമ്മകൾ, അനുഭവങ്ങൾ, ഞാൻ നേരിട്ട പ്രതിസന്ധികൾ, യാത്രകൾ, ഞാനുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തികളിൽ നിന്ന് എനിക്കുണ്ടായ വ്യത്യസ്തമായ അനുഭവങ്ങൾ, ഇതെല്ലാം കൂടെ അങ്ങനെ ഇണക്കിക്കൊണ്ടാണ് ഞാൻ ആ പുസ്തകം എഴുതിയത്. മലയാളത്തിൽ എഴുതിയ പുസ്തകം പിന്നീട് തമിഴിൽ പബ്ലിഷായി. അതിനേക്കാളേറെ സന്തോഷം ഏറ്റവും അവസാനം പെൻഗ്വിൻ ബുക്സ് ഇംഗ്ലീഷിൽ ഇറക്കി. അതിലും എന്നെ അത്ഭുതപ്പെടുത്തിയ എന്താണെന്ന് വെച്ചാൽ, ഒരു ആദ്യമായിട്ട് എഴുതുന്ന ഒരാളുടെ പുസ്തകം എന്ന നിലയിൽ പെൻഗ്വിൻ്റെ പുസ്തകം മാർക്കറ്റിൽ എത്തുന്നതിന് മുമ്പ് അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ഇറക്കി. അതിൽ സന്തോഷമുണ്ട്, വിഷമമുണ്ട്. കാരണം ഡിമാൻഡ് ഉള്ളതുകൊണ്ടാണല്ലോ ആളുകൾ അത് ചെയ്യുന്നത്. അപ്പോൾ ആ രീതിയിൽ വെൽ അക്സെപ്റ്റഡ് ആണ്. ഒരു സംരംഭകൻ എന്ന നിലയിൽ ഒരു പുസ്തകം എഴുതുമ്പം അനുഭവങ്ങൾ ഉണ്ടാവുമെന്ന് സാർ പറഞ്ഞു. സാറിന് അതിനകത്ത് അങ്ങനെ ഒരു പുസ്തകം എഴുതാൻ ഒരു പ്രചോദനമായത് എന്താണ്? ഏത് അനുഭവം, ഏതെങ്കിലും അനുഭവങ്ങൾ പ്രത്യേകിച്ച്, ഇല്ലെങ്കിൽ ഈ മേഖലയിൽ ഉണ്ടാകുന്ന അനുഭവങ്ങൾ വായനക്കാരെ അറിയേണ്ടതാണ് എന്നൊരു അവസ്ഥയില്ല? അങ്ങനെയല്ല അത് ആരംഭിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ കൊറോണ സമയത്ത് ഞാൻ വീട്ടിൽ വെറുതെ ഇരുന്നപ്പോൾ എൻ്റെ അച്ഛൻ്റെ അച്ഛൻ നല്ല അറിയപ്പെടുന്നൊരു എഴുത്തുകാരനായിരുന്നു, AC ഗോവിന്ദൻ എന്ന പേരിൽ, കോഴിക്കോട്. അദ്ദേഹം 10ഓളം പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. അന്നത്തെ കാലത്ത് കുട്ടികൾക്ക് പാഠപുസ്തകം വരെ ആയിരുന്നു. പക്ഷെ പിന്നീട് അടുത്ത തലമുറ ആ പുസ്തകം പ്രചരിപ്പിക്കാനോ അറിയിക്കാനോ ഒന്നും തയ്യാറായില്ല. അതിൻ്റെ പ്രിൻ്റ് പോലും അവൈലബിൾ അല്ലാത്ത ഒരവസ്ഥയിലേക്ക് വന്നു. അപ്പോൾ കൊറോണ സമയത്ത് ഈ പുസ്തകങ്ങളൊക്കെ തേടിയെടുത്ത് ഞാൻ വായിച്ചു. അതെനിക്ക് വലിയ പ്രചോദനം കിട്ടി. വളരെ ഈ മോട്ടിവേഷണൽ സ്പീക്കേഴ്സൊക്കെ ഇന്ന് പറയുന്ന പല കാര്യങ്ങളും 70 വർഷം മുമ്പ് അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. അതുമാത്രമല്ല, അദ്ദേഹം എഴുതിയ പല കാര്യങ്ങളും ഞാൻ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയിട്ടുണ്ട്. പക്ഷെ അത് വായിച്ചിട്ടല്ല ഞാൻ പ്രാവർത്തികമാക്കിയത്. അപ്പോൾ അത് വായിച്ചിരുന്നെങ്കിൽ അതിനേക്കാൾ കൂടുതൽ എനിക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് എനിക്ക് തോന്നിയത്, എന്തുകൊണ്ട് എനിക്കും ഒന്ന് ശ്രമിച്ചുകൂടാ. എൻ്റെ ഓർമ്മകളും കാര്യങ്ങളും ആ അനുഭവങ്ങളും ഈ പുസ്തകം വായിച്ചതിന് ശേഷം, ആ പുസ്തകത്തെ പറ്റി ഞാൻ എൻ്റെ യൂട്യൂബിൽ പറയുന്നുണ്ട്. AC ഗോവിന്ദൻ്റെ പുസ്തകങ്ങളെക്കുറിച്ച് ഞാൻ എഴുതിയിട്ടുണ്ട്. പക്ഷേ എനിക്ക് പുറത്ത് പറയാൻ പോലും, ഭാര്യയോട് പോലും പറയാൻ ധൈര്യമില്ലായിരുന്നു. കാരണം നമുക്കത് എഴുതിയാൽ ശരിയാകുമോ എന്നൊക്കെയുള്ള. പക്ഷേ എല്ലാം അങ്ങ് സംഭവിച്ചു. അപ്പോഴും ഒരു കോൺഫിഡൻസ് ഒന്നും ഇല്ലായിരുന്നു. പക്ഷേ പിന്നീട് ശ്രീ ശശി തരൂർ അതിന് അവതാരിക എഴുതി തന്നു. അത് കൂടുതലൊരു ധൈര്യം കിട്ടി. അങ്ങനെയാണ് പിന്നെ DC ബുക്കിനെ സമീപിച്ചപ്പോൾ അവരും അത് സന്തോഷപൂർവ്വം ഏറ്റെടുത്തു. പിന്നെ പെൻഗ്വിനിലേക്ക് എത്തിയോടുകൂടി അത് വേറൊരു, കാരണം ഒരു ബിസിനസ്സുകാരൻ്റെ പുസ്തകമൊന്നും പെൻഗ്വിൻ, മലയാളി ബിസിനസ്സുകാരൻ്റെ പുസ്തകമൊന്നും പെൻഗ്വിൻ അങ്ങനെ ഏറ്റെടുത്തിട്ടില്ല. അപ്പോൾ ആ രീതിയിൽ ഞാനൊരു ഭാഗ്യവാനാണ്.
ഇപ്പോൾ ഈ മോട്ടിവേഷണൽ ബുക്കുകൾ ഒരുപാട് ഇറങ്ങുന്നുണ്ടല്ലോ, അപ്പോൾ അതിൽ നിന്നത് വേറിട്ട് എന്താണ് സാറിന് തോന്നിയിട്ടുള്ളത്, സാറിൻ്റെ ബുക്ക്? അല്ല, ഞാനൊരു വെറുതെ മോട്ടിവേഷൻ കൊടുക്കലും, ഇപ്പോൾ അനുഭവങ്ങൾ നമ്മൾ ഇപ്പോൾ ഒരു PhD എടുക്കുന്ന ഒരാൾ ഒരു തീസിസ് എഴുതാൻ വേണ്ടി 7-8 വർഷം അതിനുവേണ്ടി ചെലവഴിക്കുന്നു. ഇയാൾ ഈ തീസിസ് എടുക്കുന്നത് എന്തിനാണ്? അയാൾ കുറേ അറിവുകൾ നേടി അത് തീസിസ് എഴുതിയെന്നുള്ളൂ. പക്ഷേ അയാൾ ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കാൻ പറ്റുന്നില്ല. പക്ഷെ ഒരു ബിസിനസ്സുകാരനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ സ്വപ്നമാണ് തീസിസ്. ആ സ്വപ്നം പ്രാവർത്തികമാക്കുകയാണ്, അയാൾ റിസർച്ച് ചെയ്ത് പ്രാവർത്തികമാക്കുകയാണ്. അതുപോലെ തന്നെയാണ് ഈ പുസ്തകത്തിൻ്റെ കാര്യത്തിലും എനിക്ക് പറയാനുള്ളത്. കാരണം ഞാൻ എഴുതിയ കാര്യങ്ങൾ എന്ന് പറഞ്ഞത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയ കാര്യങ്ങളാണ്, അനുഭവങ്ങളാണ്. അപ്പോൾ നിങ്ങളിപ്പോൾ ഒരു ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്യുന്ന ഒരാൾ ഈ പുസ്തകം വായിച്ചാൽ അയാൾക്ക് കിട്ടുന്നത് അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ എഴുതിയ ഒരു കാര്യമാണ്. അല്ലാണ്ട് ഒരു മോട്ടിവേഷണൽ സ്പീക്കർക്ക് അയാളുടെ അനുഭവത്തിൽ നിന്നല്ല ആൾ പറയുന്നത്. അയാൾ മറ്റു പുസ്തകങ്ങൾ വായിച്ച് കിട്ടിയ അറിവുകളിലൂടെയാണ് അവർ പറഞ്ഞത്. അതും മോട്ടിവേഷൻ തന്നെയാണ്. പക്ഷേ അവരുടെ ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കാൻ ചിലപ്പോൾ സാധിച്ചിട്ടുണ്ടാവില്ല. പക്ഷെ ഇവിടെ ഞാൻ എഴുതിയ എല്ലാ കാര്യങ്ങളും ഏത് മേഖലയിലാണെങ്കിലും എൻ്റെ അനുഭവങ്ങൾ, ഞാൻ നേരിട്ട പ്രതിസന്ധികൾ, ഞാൻ തരണം ചെയ്ത് വിജയിച്ച കാര്യമോ അല്ലെങ്കിൽ തോറ്റ കാര്യമാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് ഓരോ ചാപ്റ്ററിലും വായനക്കാരനെ എന്തെങ്കിലും ഉൾക്കൊള്ളുവാനും അയാൾക്ക് അതിൽ നിന്ന് എന്തെങ്കിലും ലഭിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഇത്ര ഒരു സംരംഭകനായിരിക്കെ മറ്റ് കലാരംഗത്ത് പ്രവർത്തിക്കുന്നത് ബിസിനസ് രംഗത്തെ ടെൻഷൻ കുറയ്ക്കാൻ സാറിനെ സഹായിക്കുന്നു? തീർച്ചയായിട്ടും. എന്നെ സംബന്ധിച്ചിടത്തോളം നാടക റിഹേഴ്സൽ ക്യാമ്പുകളാണ് എൻ്റെ റിലാക്സേഷൻ. ഏറ്റവും കൂടുതൽ ഞാൻ മാനസിക ഉല്ലാസം കണ്ടെത്തുന്നത് നാടക റിഹേഴ്സൽ ചെയ്യുമ്പോൾ. സാറിനോട് സംസാരിക്കുമ്പോൾ അത് മനസ്സിലാകുന്നുണ്ട്. സാധാരണ ബിസിനസ്സുകാരുടെ കാട്ടിലും വളരെ റിലാക്സ്ഡ് ആയിട്ടാണ് സാർ സംസാരിക്കുന്നത്. റിഹേഴ്സൽ ക്യാമ്പിലുള്ള കാര്യം നമ്മളിപ്പോൾ അല്ല, ചിലപ്പോൾ വല്ല സ്കൂൾ ക്ലാസ് റൂമിലൊക്കെ ആയിരിക്കും റിഹേഴ്സൽ നടക്കുന്നത്. അവിടെ ഇരിക്കാൻ പോലും ഒരു സൗകര്യം ഉണ്ടാകും. പലപ്പോഴും ഞാൻ നിലത്തൊക്കെ ഇരിക്കാറുണ്ട്. പിന്നെ അഭിനയിക്കുന്നവരാണെങ്കിലും സാധാരണ ജോലി ചെയ്യുന്ന ഒരു പിയൂണിൻ്റെ ലെവലിലുള്ള ഒരാൾ മുതൽ വളരെ വലിയ ബിസിനസ്സുകാരും ഡോക്ടർമാരും അങ്ങനെയുള്ളവരൊക്കെ നമ്മളോടൊപ്പം അഭിനയിക്കും. അപ്പോൾ എല്ലാവരോടും ഒത്തുചേരാനും അവരുടെ അനുഭവങ്ങളൊക്കെ പങ്കിടാനും ഈ റിഹേഴ്സൽ സമയത്ത് അതൊക്കെ വലിയൊരു അനുഭവമാണ്. നമ്മൾ കലാകാരന്മാർ പ്രത്യേകിച്ച് ഞാൻ അതാ പറയുന്നത്. ഇപ്പോൾ ഈ പല സിനിമ ഒക്കെ നമ്മൾ ഒരിക്കൽ വലിയ വിജയം കണ്ടെത്തിയ ഒരു സിനിമയുടെ തിരക്കഥ എഴുതിയാൽ രണ്ടാമത് എഴുതുമ്പോൾ ചിലപ്പോൾ വിജയിക്കണമെന്നില്ല. കാരണം ഒന്ന് വിജയിക്കുമ്പോഴേക്കും അവർ AC റൂമിലേക്ക് ഒതുങ്ങുന്നു, ജനങ്ങളുമായിട്ടുള്ള ഒരു ബന്ധം ചിലപ്പോൾ കുറച്ച് കട്ടാവും. അപ്പോൾ ആക്ച്വൽ ഒരു കഥാപാത്രത്തിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ നമ്മൾ നേരിട്ട് കാണുന്നില്ല, അവരുടെ അനുഭവങ്ങൾ മനസ്സിലാക്കുന്നില്ല. അതേസമയം അവരോടൊപ്പം ജീവിക്കുന്നവർക്ക് അതൊക്കെ കിട്ടുകയുള്ളൂ. ഈ സൂക്ഷ്മദർശിനി പോലുള്ള ഒരു സിനിമ വലിയൊരു വിപ്ലവമായിരുന്നല്ലോ. കാരണം അതുവരെ കാണാത്ത രീതിയിലുള്ള ഒരു പ്രമേയവും പിന്നെ അതിൻ്റെ അഭിനേതാക്കളെ കൊണ്ടൊക്കെ വലിയ ഹിറ്റായിരുന്നു. അതെ, നല്ല വിജയം നേടിയ ഒരു സിനിമയാണ്. അല്ല, അതിനകത്തൊരു സസ്പെൻസ് ചൂസ് ചെയ്യുന്ന സാർ ഈ ഒരു സിനിമ. എനിക്ക് കഥ കേൾക്കാനൊന്നും സമയമില്ല. കാരണം പിന്നെ എനിക്ക് അങ്ങനെ ഒരു ടീമൊന്നുമില്ല. അപ്പോൾ ഞാൻ ആദ്യകാലത്തൊക്കെ എൻ്റെ താല്പര്യങ്ങളായിരുന്നു, എനിക്കിഷ്ടപ്പെട്ട ഒരു സാധനം ചെയ്യണം, അത് തേടി കണ്ടെത്തില്ലായിരുന്നു. ഇപ്പോൾ അതൊക്കെ നിർത്തി. ഞാൻ 27 സിനിമ ചെയ്തു കഴിഞ്ഞു, ഫീച്ചർ ഫിലിംസ് മാത്രം. അതുകൊണ്ട് അങ്ങനെയുള്ള താല്പര്യങ്ങളൊക്കെ ഇപ്പോൾ പോയി. ഇപ്പോൾ അതിനൊരു ബിസിനസ് മോഡലായിട്ട് തന്നെ കാണുന്നു. പക്ഷേ ഞാൻ ചെയ്ത ജോണറിലുള്ള മറ്റൊരു സിനിമ ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. ഇപ്പോൾ സൂക്ഷ്മദർശിനിയുടെ അതേ ജോണറിൽ ഇനിയൊരു സിനിമ ചെയ്യാമെന്ന് പറഞ്ഞാൽ എനിക്ക് താല്പര്യമില്ല. അല്ലെങ്കിൽ എസ്ര പോലത്തെ ഒരു സിനിമ വലിയ വിജയമായപ്പോൾ ഹൊറർ സിനിമകളുടെ കുറേ ആളുകൾ ബന്ധം, ഇനിയൊരു ഹൊറർ സിനിമ അതുകൊണ്ട് ചെയ്യണമെന്നില്ല. എപ്പോഴെങ്കിലും ചെയ്തെന്നിരിക്കും, പക്ഷേ ഒരിക്കലും ഇത് വിജയിച്ചുകൊണ്ട് ഇനി മറ്റൊരു അല്ല. അങ്ങനെ ഒരു ചിന്തയുള്ള ഒരാളാണ്. അപ്പോൾ ഇതുപോലൊരു പ്രോജക്റ്റ് റെഡിയായിട്ട്, ആർട്ടിസ്റ്റ് റെഡിയാണ്, ഡേറ്റ് റെഡിയാണ്, പ്രോജക്റ്റ് ഉണ്ട് എന്ന് പറയുമ്പോൾ ആ പ്രോജക്റ്റ് ഒന്ന് ഫിനാൻഷ്യലി വയബിൾ ആയിരിക്കണം, രണ്ട് ഞാൻ ചെയ്യാത്ത എനിക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള കഥയാണെങ്കിൽ ഞാൻ ഗോഹഡ്. അതുമാത്രമല്ല, എനിക്കൊരു കൊല്ലത്തിൽ ഒരു പടം ചെയ്യാൻ പറ്റുള്ളൂ. കൃത്യമായിട്ട് അതൊക്കെ ഒത്തുവരുന്ന ഇത് ആ സമയത്ത് ഏത് സിനിമയാണോ വരുന്നത് അതാണ് ചെയ്യുന്നത്. ഇതുമായിട്ട് ബന്ധമില്ലാത്തത് പക്ഷെ നിർമ്മാതാക്കൾ എപ്പോഴും പറയുന്ന ഒരു കാര്യം, വലിയ പ്രതിസന്ധിയുണ്ട് മലയാള സിനിമയിൽ. അങ്ങനെ സാറിന് അഭിപ്രായം ഉണ്ടോ? പ്രതിസന്ധി എന്നുമുണ്ട്. അത് മലയാള സിനിമയെ മാത്രമല്ല, ബിസിനസ്സിലും അതെ, എല്ലാ രംഗത്തുള്ളവർക്കും പ്രതിസന്ധിയുണ്ട്. മലയാള സിനിമയെ സംബന്ധിച്ചോളം എൻ്റെ ചോദ്യം എന്താ വെച്ചാൽ, സിനിമ ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ലല്ലോ. നമ്മളൊരു ഇൻഡസ്ട്രി തുടങ്ങി, 100 ജോലിക്കാർക്ക് പണി കൊടുത്തു, അവർക്ക് ശമ്പളം കൊടുത്തു, ഉൽപ്പന്നം മാർക്കറ്റിൽ ഇറക്കി, അത് നിർത്താൻ പറ്റില്ല, തൊഴിലാളികൾക്ക് ശമ്പളം കൊടുക്കാതിരിക്കാൻ പറ്റില്ല. സിനിമയ്ക്ക് അതൊന്നും ഇല്ലല്ലോ. നാളെ ഞാൻ സിനിമ ചെയ്യേണ്ടെന്ന് പറഞ്ഞാൽ ആരും ചോദിക്കില്ലല്ലോ, നിങ്ങൾ എന്താ സിനിമ ചെയ്യാത്തത്. അപ്പോൾ ആ രീതിയിൽ അതൊരു വലിയ പ്രതിസന്ധി അല്ല. സ്ഥിരമായിട്ട് സിനിമയെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന കുറേ തൊഴിലാളികളുണ്ട്, അവരുടെ ജീവിതമാണ് നമ്മൾ നോക്കേണ്ടത്. നിർമ്മാതാക്കൾ അങ്ങനെ നിർബന്ധമായിട്ട് സിനിമ ചെയ്യണമെന്നൊന്നും ഇവിടെ ഇല്ല. ഇവിടെ ഇപ്പോൾ എന്താ സംഭവിക്കണമെന്ന് വെച്ചാൽ, പരിചയമില്ലാത്ത കുറേ ആളുകൾ
പുതിയതായിട്ട് സിനിമ ചെയ്യാൻ വേണ്ടി എല്ലാ വർഷവും വരുന്നുണ്ട്. അപ്പോൾ ഈ മേഖല പഠിക്കാതെ സിനിമാ രംഗത്തേക്ക് വരുമ്പോഴാണ് പല രംഗത്തും അവർ പരാജയപ്പെടുന്നത്. അനാവശ്യമായ ചെലവുകൾ കൂടുന്നതും ഒക്കെ അതുകൊണ്ടാണ്. അപ്പോൾ സിനിമയെക്കുറിച്ച് പഠിച്ചിട്ട് സിനിമ ചെയ്യാൻ വേണ്ടി ആരും വരരുത്. എന്തിനാണ് സിനിമ ചെയ്യുന്നത് എന്നൊരു ചോദ്യം. വലിയ പണം സമ്പാദിക്കാം എന്ന് പറയുന്നതൊക്കെ തെറ്റായ ധാരണയാണ്. ഇതൊരു വലിയ ഗാംബ്ലിംഗ് ആണ്. അപ്പോൾ ഗാംബ്ലിങ്ങിൽ പോലും 50-50 നമ്മളൊരു ടോസ് ഇട്ടാൽ ഇത്തവണ ഞാൻ ജയിച്ചാൽ അടുത്ത തവണ താങ്കൾ ജയിക്കാം, അല്ലെങ്കിൽ ഒരു 3 തവണ ഞാൻ ജയിച്ചാൽ ഒരു തവണ ഞാൻ തോറ്റേ പറ്റൂ. ആ ഒരു ആവറേജ് ഉണ്ട്, ലോ ഓഫ് ആവറേജ്. സിനിമയിൽ അതില്ല. ഞാൻ 10 പടം എടുത്താൽ 10 പടവും തോൽക്കാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ അതിനകത്ത് അത് അവിടെ ഭയങ്കര റിസ്കിലാണ്. പിന്നെ ആവറേജ് ഒരു ഏത് സ്റ്റേറ്റ് നോക്കിയാലും 10% വിജയ ശതമാനം. മലയാള സിനിമയ്ക്ക് അതുപോലും ഇല്ലായിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ 2 വർഷമായിട്ടാണ് ഒരു 10%, 12%-ലേക്കൊക്കെ വിജയ ശതമാനം വന്നിട്ടുണ്ടെന്ന് പറയാം. അല്ലാതെ ബാക്കിയുള്ള 90% അമ്പേ പരാജയപ്പെടുകയാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. സാറേ, ഇപ്പോൾ നമ്മൾ മെഡിമിക്സിലോട്ട് വന്നാൽ, മെഡിമിക്സ് ഒരു ബ്രാൻഡാണ്, പക്ഷെ ഒരുപാട് പേഴ്സണൽ കെയർ പ്രോഡക്ട്സ് വരുന്നുണ്ട്. അത് കുറേ അത് സംബന്ധിച്ച് പരാതികളും അല്ലാതെയും ഒക്കെ ഉണ്ട്. അപ്പം നമ്മൾ ഇതെങ്ങനെ, മെഡിമിക്സ് എങ്ങനെയാണ് അതിനെ ഒരു അവയർനെസ് ക്യാമ്പയിൻ നടത്താറുണ്ടോ, ഇല്ലെങ്കിൽ എങ്ങനെയാണ് അതിൻ്റെ ബ്രാൻഡിൻ്റെ ഒരു പരസ്യം എന്തായാലും ഉണ്ട്, അല്ലാതെ മെഡിമിക്സ് എങ്ങനെയാണ് അതിൻ്റെ ഒരു തനത് ഉപഭോക്താക്കളിലേക്ക് എത്തിക്കുന്നത്? അതൊരു വലിയ ചലഞ്ചാണ്. എൻ്റെ ഡിസ്ട്രിബ്യൂട്ടേഴ്സും ഒക്കെ ചോദിക്കുന്നൊരു ചോദ്യം അതാണ്. ഇപ്പം നമ്മൾ ഷാമ്പു ഇറക്കി, ഷാമ്പു 3-in-1 ബെനിഫിറ്റ്സ് ഉള്ളതാണ്, അതിൽ കണ്ടീഷണർ ചേർന്നതാണ്. അപ്പോൾ പലരും കണ്ടീഷണർ വേറെ വാങ്ങാറുണ്ട്. ഇന്ന് തന്നെ ഒരു ഡിസ്ട്രിബ്യൂട്ടർ എന്നോട് ചോദിച്ചതാണ്, ഞാൻ അറിഞ്ഞിരുന്നില്ല, ഇന്ന് നിങ്ങളുടെ മാനേജർ പറയുമ്പോഴാണ് അറിയുന്നത് ഇതിൽ കണ്ടീഷണർ എന്നൊക്കെ അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്, പക്ഷെ അദ്ദേഹം ശ്രദ്ധിച്ചിട്ടില്ല. അപ്പോൾ അതൊരു വലിയ ചലഞ്ചാണ്. അപ്പോൾ നമ്മൾ പ്രോഡക്റ്റിൽ എഴുതി വെച്ചത് പോലും ആളുകൾ കാണുന്നില്ലെങ്കിൽ അവരെ കാണിപ്പിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണമെന്നുള്ളത് അത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പക്ഷേ അതിൻ്റേതായ ബുദ്ധിമുട്ടുകളുണ്ട്. ആരും തന്നെ വളരെ ശ്രദ്ധിച്ചൊന്നും ഒരു പരസ്യം കാണില്ല. നമ്മൾ എത്രയോ പരസ്യങ്ങൾ കാണുന്നല്ലേ, അപ്പോൾ അതിങ്ങനെ കേട്ടുകൊണ്ടിരിക്കും. കേട്ട് പണ്ടേ പറയാറുണ്ട്, 18-20 തവണ ഒരു പരസ്യം കണ്ടാലാണ് ആ പരസ്യം മൈൻഡിൽ രജിസ്റ്റർ ആവുന്നത്. ആ രജിസ്റ്റർ ആയതുകൊണ്ട് ആ പ്രോഡക്റ്റ് വാങ്ങണമെന്നില്ല, രജിസ്റ്റർ ആയി എന്ന് മാത്രമേ ഉള്ളൂ. ഒരു ഉൽപ്പന്നം, ഞാനിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പ്രോഡക്റ്റ് നിർത്തി മറ്റൊരു പ്രോഡക്റ്റ് വാങ്ങാൻ എന്നെ പ്രേരിപ്പിക്കുന്ന ഘടകം എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റില്ല. വളരെ ബുദ്ധിമുട്ടാണത്. അപ്പോൾ അതാണ് അതിനകത്ത് ചലഞ്ച്. പിന്നെ ഇപ്പോൾ ഈ സെലിബ്രിറ്റീസൊക്കെ പരസ്യത്തിൽ വരുമ്പോൾ, ഇപ്പോൾ ഒരു ക്രിക്കറ്റ് താരം പരസ്യത്തിൽ വരുന്നു, നമ്മൾ പരസ്യം കണ്ടു, അത് കഴിഞ്ഞ് ഒരു ബൈക്ക് കാണുന്നു. ആ ബൈക്കാണോ ക്രിക്കറ്റ് താരം പരസ്യത്തിൽ ഉപയോഗിച്ചതെന്ന് എനിക്ക് പറയാൻ പറ്റുന്നില്ല. ക്രിക്കറ്റ് താരം ഒരു ബൈക്കിനെ പറ്റി പരസ്യം ചെയ്തു, ഇതായിരിക്കും എന്നായിരിക്കും. പക്ഷെ ഒരുപക്ഷെ വേറെ അവരുടെ കോമ്പറ്റീറ്ററുടെ പ്രോഡക്റ്റ് കാണുമ്പോഴായിരിക്കും എനിക്ക് തോന്നുന്നു. കാരണം നമ്മൾ സെലിബ്രിറ്റീനെയാണ് കാണുന്നത്, പ്രോഡക്റ്റിനെയല്ല. അപ്പം അത് ഭയങ്കര പാടാണ്. അല്ല, അതിൻ്റെ കൂടെ ഞാൻ ചോദിച്ചത് ഏതാണ്, ഈ പേഴ്സണൽ കെയർ പ്രോഡക്ട്സ് എന്ന് പറയുമ്പോഴത്തേനും ഒരു നമ്പർ ഓഫ് പ്രോഡക്ട്സ് ആണ് വിപണിയിൽ. അതിൽ പലതും ഫേക്ക് ആണെന്നും, അല്ലെങ്കിൽ ചില ഡോക്ടേഴ്സൊക്കെ വന്നിരുന്നിട്ട് അത് ഉപയോഗിക്കരുത്, ഇത് ഉപയോഗിക്കരുത് എന്നൊക്കെ പറയും. അപ്പം അങ്ങനെയുള്ളപ്പോൾ ഈ ബ്രാൻഡ് ആണെങ്കിൽ പോലും വിപണിയിൽ ചില വെല്ലുവിളികളുണ്ടോ? ഇവിടെയൊക്കെ നമ്മളെ സഹായിക്കുന്നത് പലപ്പോഴും മൗത്ത് പബ്ലിസിറ്റിയാണ്. ഉപയോഗിച്ച ഒരാൾ ആ പ്രോഡക്റ്റ് ഇഷ്ടപ്പെട്ടാൽ അയാളൊരു 10 പേരോട് പറയും എനിക്ക് ഈ പ്രോഡക്റ്റ് ഇഷ്ടപ്പെട്ടു. അങ്ങനെ കിട്ടുന്ന കസ്റ്റമേഴ്സാണ് നമുക്ക് കാലാകാലം നിലനിൽക്കുകയുള്ളൂ. ഒരു പരസ്യം കണ്ടിട്ട് ഇന്ന് വാങ്ങിച്ചു, നാളെ വേറെ പരസ്യം കാണുമ്പോൾ ആ പ്രോഡക്റ്റ് വാങ്ങുന്ന ഒരു കാറ്റഗറി ഉണ്ട്. അപ്പോൾ നമ്മൾ ഉപഭോക്താക്കളെ തന്നെ പല കാറ്റഗറിയായിട്ട് തിരിക്കേണ്ടി വരും, എന്നാലേ അത് പറയാൻ പറ്റുള്ളൂ. പക്ഷേ ഇപ്പോൾ ഇത് ഡ്യൂപ്ലിക്കേറ്റ് ആണോ ഫേക്ക് ആണോ എന്നൊക്കെ ഉപയോഗിക്കുന്ന ഒരാൾക്ക് തീർച്ചയായിട്ടും, ഇപ്പോൾ മുടി വളരും എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റ് വാങ്ങിച്ചിട്ട് മുടി കൊഴിയുകയാണെങ്കിൽ അയാൾക്കറിയാം ഇത് ഡ്യൂപ്ലിക്കേറ്റ് ആണോ, അല്ലെങ്കിൽ അത് ഗുണമില്ല എന്നേ പറയാൻ പറ്റുള്ളൂ. ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല, അല്ലെങ്കിൽ ഫേക്ക് ആണെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഉപഭോക്താക്കൾ ഇത് ബുദ്ധിമാന്മാരാണ്, അവരൊന്നും അങ്ങനെ പെട്ടെന്നൊന്നും ആരെങ്കിലും പറയുന്നത് കേട്ടിട്ട് ചെയ്യുന്നില്ല. ഇപ്പോൾ ഇൻഫ്ലുവൻസേഴ്സിൻ്റെ ഒരു മാർക്കറ്റിംഗ് ഉണ്ട്. അപ്പോൾ ഇൻഫ്ലുവൻസേഴ്സ് നമുക്ക് ഇഷ്ടപ്പെട്ട, നമ്മൾ വിശ്വാസ്യരായിട്ടുള്ള ഒരു ഇൻഫ്ലുവൻസർ പറഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ വിശ്വസിച്ചിരിക്കും. അല്ലാതെ ഒരു സിനിമാ നടി പറഞ്ഞുകൊണ്ട് ചിലപ്പോൾ അവർ വിശ്വസിക്കില്ല. കാരണം സിനിമാ നടി പണം വാങ്ങി ചെയ്യുന്ന പരസ്യമാണ് എന്നുള്ള ഒരു അവയർനെസ് ഉള്ളതുകൊണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ നേരിടുന്ന ചലഞ്ചസ് ആണ്. ഇത് എല്ലാ മേഖലയിലും ഉള്ളതാണ്. അപ്പോൾ പിന്നെ പോപ്പുലേഷൻ അത്രയും കൂടുതലല്ലേ. ഇപ്പോൾ 145 കോടി ജനങ്ങളുള്ള ഈ നാട്ടിൽ നമ്മളെ എല്ലാവരും അല്ലല്ലോ ടാർഗറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ എത്ര ശതമാനത്തിന് നമുക്ക് കൺവിൻസ് ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ നോക്കിയാൽ മതി. അതാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മെഡിമിക്സിന്
എല്ലാ സ്റ്റേറ്റിലും ഈക്വൽ ഷെയർ ഉണ്ട്. അത് 4-5% വെറും 4-5% ഉള്ളൂ. പക്ഷേ അതൊരു വലിയ മാർക്കറ്റാണ്. അതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അപ്പോൾ നമ്മളൊരു പുതിയ പ്രോഡക്റ്റ് ഇറക്കുമ്പോൾ 0.5% ടാർഗറ്റ് ചെയ്താൽ മതി. ആ 0.5% ഏത് കാറ്റഗറി ആളുകളാണ്, ഏത് പ്രായത്തിലുള്ളവരാണ് എന്ന് മാത്രം നോക്കിയിട്ട് അവരിലേക്ക് എത്താൻ എന്താ മാർഗം എന്ന് മാത്രം നോക്കിയാൽ മതി. ഇപ്പം മെഡിമിക്സ് എടുത്തിട്ടുള്ള മറ്റൊരു തന്ത്രമാണ് ഹോട്ടലുകളിൽ സോപ്പ് കൊടുക്കുന്നത്. ഹോട്ടൽ മുറികളിൽ ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്ത് പോയാലും നിങ്ങൾക്ക് കാണാം ഹോട്ടൽ മുറികളിൽ മെഡിമിക്സ് ആയിരിക്കും. ഞാൻ എവിടെയോ വായിച്ചിട്ടുണ്ട്, കാട്ടിൽ സത്യമംഗലം കാട്ടിൽ വീരപ്പനെ പിടിച്ചപ്പോൾ ഹിന്ദു പേപ്പറിലൊക്കെ പേപ്പറിൽ വന്ന ഫോട്ടോയിൽ മെഡിമിക്സിൻ്റെ വലിയൊരു ഇതുണ്ടായിരുന്നു. ആ കാരണം കാട്ടിലുള്ള ആൾക്കാരും നാട്ടിലുള്ള ആൾക്കായാലും മെഡിമിക്സ് ആവശ്യമാണ് എന്നുള്ള ഒരു കാര്യമുണ്ട്. അത് സോപ്പൊക്കെ തീർച്ചയായിട്ടും ഇങ്ങനെ നമ്മൾ ഉപയോഗിച്ച് വരുന്ന സ്ഥിരം അങ്ങനെ അധികം ആളുകൾ മാറി മാറി ഉപയോഗിക്കാറില്ലല്ലോ. അതൊരു ഗുണം ചെയ്യുമല്ലോ എപ്പോഴും. ഒറ്റയ്ക്ക് അല്ല, ഓരോ വ്യക്തിക്കും അവരുടേതായ താല്പര്യങ്ങളുണ്ട്. ഇന്നിപ്പോൾ അതാണ്. മുമ്പൊക്കെ എൻ്റെ കുട്ടിക്കാലത്തൊക്കെ കുടുംബത്തിൽ മൊത്തം ഒരു സോപ്പേ ഉള്ളൂ. ഒരു സോപ്പ് വാങ്ങിച്ച് എല്ലാവരും അത് വെച്ച് ഉപയോഗിക്കും. ഇപ്പം അങ്ങനെയല്ല, ഓരോരുത്തർക്കും താല്പര്യങ്ങൾ മാറി. സാറേ, ഫ്യൂച്ചറിൽ മെഡിമിക്സിനും AVA ഗ്രൂപ്പിനും എന്തൊക്കെ പുതിയ ലക്ഷ്യങ്ങളാണുള്ളത്, അല്ലെങ്കിൽ എന്തൊക്കെ ഈ പുതിയ പ്രോഡക്ട്സ് വല്ലതും വരുമോ? ഇപ്പോൾ ഉള്ളത് തന്നെ എത്രത്തോളം വികസിപ്പിക്കാൻ, വിപണി വലുതാക്കാൻ എന്തൊക്കെയാണ് ലക്ഷ്യങ്ങൾ? മെഡിമിക്സ് എന്നല്ല, AVA ഗ്രൂപ്പ് ഞങ്ങൾക്ക് പ്രധാനമായിട്ടും 4 ഏരിയയാണ് ബിസിനസ്. ഒന്ന് ഈ പേഴ്സണൽ കെയർ പ്രോഡക്ട്സിലാണ് മെഡിമിക്സ് ബ്രാൻഡ്. അതിൽ മസാല സ്പൈസ് ഇതിലാണ് മേളം മസാല. പിന്നെ ആയുർവേദ ചികിത്സ, ആയുർവേദ സർവീസ് പ്രോഡക്ട്സ്, ഇത് സഞ്ജീവൻ എന്നുള്ള ബ്രാൻഡ്. അങ്ങനെ 3 ബ്രാൻഡാണ് പ്രധാനം. ഇതിന് പുറമെയാണ് AVA പ്രൊഡക്ഷൻസ്, സിനിമാ നിർമ്മാണം, അതും ഒരു ഇതാണ്. അപ്പോൾ അങ്ങനെ 4 വെർട്ടിക്കൽസ് ആയിട്ടാണ് നമ്മുടെ ബിസിനസ് പോകുന്നത്. ഈ 4 മേഖലയിൽ നിന്നുകൊണ്ട് അതിനെ എങ്ങനെ എക്സ്പാൻഡ് ചെയ്യുക എന്നുള്ളതാണ് നമ്മളിപ്പോൾ നോക്കുന്നത്. അത് പ്രോഡക്ട്സ് തീർച്ചയായിട്ടും വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഇപ്പം മേളത്തിലൊക്കെ നമുക്ക് എവരി മന്ത് ഏതെങ്കിലും ഒരു പുതിയ പ്രോഡക്റ്റ് വരുന്നുണ്ടാവും. അതില്ലാതെ പറ്റില്ല. മെഡിമിക്സ് ബ്രാൻഡിൽ ഇനിയിപ്പോൾ ദന്തൽ കെയർ അങ്ങനെയുള്ള സ്ഥലത്തൊന്നും നമ്മൾ ഇനിയും കൈവച്ചിട്ടില്ല. അതുപോലെ ബോഡി വാഷ്, ഇങ്ങനെയുള്ള പ്രോഡക്ട്സ് ഒക്കെ, ഒരു ഹെയർ ഓയിൽ, ഇങ്ങനെ കുറേ കാര്യങ്ങൾ പേഴ്സണൽ കെയറിൽ ഇനിയും നമ്മൾ ഇറക്കാത്തതുണ്ട്. എല്ലാം റിസർച്ച് ചെയ്ത് പ്രോഡക്ട്സ് റെഡിയാണ്. പക്ഷെ മാർക്കറ്റ് അക്സെപ്റ്റൻസ് ഉണ്ടോ ഇല്ലയെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതിനനുസരിച്ച് മാർക്കറ്റ് ഡിമാൻഡ് അനുസരിച്ച് പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഞാൻ സഞ്ജീവനം ബ്രാൻഡിലാണ് ഒരു ഓർത്തോ ബാം ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് അങ്ങനെ ഓർത്തോ റിലേറ്റഡ് ആയിട്ടുള്ള പെയിനൊക്കെ വളരെ ഇഫക്റ്റീവാണ്. പിന്നെ ഒരു റോൾ ഓൺ ഇപ്പോൾ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. അത് 2 സഞ്ജീവനം ബ്രാൻഡിലാണ്. അപ്പോൾ ഈ ബ്രാൻഡുകൾക്കുള്ളിൽ നമ്മൾ തീർച്ചയായിട്ടും ഇനി ഈ വർഷം തന്നെ എങ്ങനെ ഒരു 3-4 പ്രോഡക്ട്സ് നമ്മൾ ലോഞ്ച് ചെയ്യും. വിപണി കുറച്ചുകൂടെ വ്യാപിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതെ, ഇപ്പോൾ ഓവർസീസ് മാർക്കറ്റൊക്കെ ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങി. കൈത്ര ബ്രാൻഡ് ഓവർസീസിലേക്ക് കൊണ്ടുപോവുകയാണ്, സഞ്ജീവനം ബ്രാൻഡ് കൊണ്ടുപോവുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും, കാരണം കേരളത്തിനെക്കുറിച്ചും കേരളത്തിലെ പ്രോഡക്ട്സിനെ കുറിച്ചും ആയുർവേദത്തിനെ കുറിച്ചൊക്കെ ഒരു അവയർനെസ് വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ അത് ഉപയോഗപ്പെടുത്തണം തീർച്ചയായിട്ടും. ഇപ്പോൾ ഈ ഓൺലൈൻ വിപണി എങ്ങനെയാണ് സാർ? ഷോപ്സ് വഴിയല്ല, അതെ ഡയറക്റ്റ് ഓൺലൈൻ. അതെ, മാർക്കറ്റ് മാറിക്കൊണ്ടേയിരിക്കുകയാണ്. സിനിമയിലും അത് തന്നെയാണ് സംഭവിച്ചത്. തിയേറ്ററിൽ നിന്ന് അത് സാറ്റലൈറ്റിലായി, OTT ആയി, ഓവർസീസായി, അതിങ്ങനെ പോവുകയാണ്. അതുപോലെ തന്നെയാണ് ഇവിടെ ജനറൽ ട്രേഡേഴ്സിൽ നിന്ന് മോഡേൺ സ്റ്റോഴ്സൊക്കെ വന്നു, വലിയ വലിയ ഹൈപ്പർ മാർക്കറ്റുകൾ വന്നു. ആ സമയത്ത് ചെറിയ ആൾക്കാർക്കൊക്കെ പ്രശ്നം വന്നു. അത് കഴിഞ്ഞ് കോമേഴ്സ് ഇപ്പോൾ ഓൺലൈനിൽ വലിയ പ്രാധാന്യം നേടി. അതിനെയും മറികടന്നുകൊണ്ട് ഇപ്പോൾ ക്വിക്ക് കോമേഴ്സ് വന്നിരിക്കുകയാണ്. 7 മിനിറ്റിൽ നിങ്ങളുടെ വീട്ടിൽ പ്രോഡക്ട്സ് വരുന്നുള്ളൂ. അപ്പോൾ ഇതിലെല്ലാം നമ്മളുണ്ടാവണം. നമ്മളെല്ലാ സെഗ്മെൻറ്റിലും ഉണ്ടെങ്കിലേ നമുക്ക് നിലനിൽപ്പുള്ളൂ. ഒരു 5 കൊല്ലം കഴിഞ്ഞാൽ ഇനി എന്താണെന്ന് പറയാൻ പറ്റില്ല. ബിസിനസ് അല്ല, നമുക്കത് നമ്മളത് വരുന്ന മാറ്റങ്ങൾ മുൻകൂട്ടി അറിയുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്തില്ലെങ്കിൽ നമ്മൾ ഔട്ടാവും. സാർ, ഇപ്പം സാറിനെ പോലെ ഇത്ര നിരീക്ഷണപാടോ അനുഭവ സമ്പത്തോ ഉള്ള ഒരാൾ യുവ സംരംഭകർക്ക്, പുതിയതായിട്ട് വരുന്നവർക്ക് എന്ത് ഉപദേശം കൊടുക്കാൻ പറ്റും സാറിന്? അനുഭവങ്ങളും ഓർമ്മകളും പുസ്തകങ്ങളാക്കിയ പരിചയവും എല്ലാം വെച്ചിട്ട്. അല്ല, ഞാൻ അങ്ങനെ പറ്റിയ കാര്യങ്ങളൊക്കെ യൂട്യൂബിൽ എഴുതിയിട്ടുണ്ട്. ഒരു പർട്ടിക്കുലർ ഉപദേശം എന്ന് പറയാൻ ഞാൻ ആളല്ല. കാരണം ഞാനൊക്കെ ബിസിനസ്സിൽ വരുന്ന സമയത്ത് നമ്മൾ ഒരു പ്രോജക്റ്റ് റിപ്പോർട്ട് ഉണ്ടാക്കിയിട്ടോ മാർക്കറ്റ് സ്റ്റഡി നടത്തിയിട്ടോ ഒന്നുമല്ല. ഇതൊക്കെ അങ്ങ് സംഭവിച്ചതാണ്. ഇന്ന് വരുന്ന കുട്ടികൾ അങ്ങനെയല്ല. അവർ കുറേയും കൂടെ സ്മാർട്ടാണ്. അവർക്ക് ഇന്ന് ഒരുപാട് പേര് സംരംഭം തുടങ്ങി വളരെ ചെറിയ കാലത്തിൽ തന്നെ അവസാനിപ്പിക്കുന്ന പ്രവണതയും കാണാം. അല്ല, അത് അന്നും അങ്ങനെയൊക്കെ തന്നെയാണ്. എല്ലാവർക്കും വിജയം കാണാൻ പറ്റില്ല. പക്ഷേ ഈ ഒരു ഗൂഗിൾ ചെയ്തിട്ട് കിട്ടുന്ന അറിവ് കൊണ്ടൊന്നും ബിസിനസ്സിലേക്ക് ഇറങ്ങരുത്. അതാണ് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം.
ഒരു എവിടെയെങ്കിലുമൊക്കെ ജോലി ചെയ്ത് വർക്ക് എക്സ്പീരിയൻസ് ഉണ്ടാക്കുന്നത് നല്ലതാണ്. ഒരു ബിസിനസ് മാനേജ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അങ്ങനെ പഠിക്കാം. അത് ഏത് ടൈപ്പ് ബിസിനസ് ആയാലും. അപ്പോൾ അതാണ് ആദ്യമേ അവർ ചെയ്യേണ്ടത്. ജോലി ചെയ്ത് പ്രാക്ടീസ് ആക്കുക. പിന്നെ ഇപ്പോൾ കേരളത്തിൽ തന്നെ നമ്മൾ കണ്ടിട്ട് ചില കാര്യങ്ങളുണ്ട്. നമ്മൾ പഠിക്കുന്ന കാലത്ത് നമ്മുടെ അച്ഛനും അമ്മയൊക്കെ കഷ്ടപ്പെട്ട് ചെയ്തിരുന്ന ചില ജോലികളുണ്ടാവും. വളരെ ചെറിയ രീതിയിലായിരിക്കും. പക്ഷേ അത് ഒരു പക്ഷേ നിങ്ങളുടെ ഇന്നത്തെ പഠിപ്പും അറിവും ടെക്നോളജിയും വെച്ച് അതൊരു ഗ്ലോബൽ ബ്രാൻഡാക്കാനുള്ള സാധ്യതയുണ്ടാവും. ആദ്യം തന്നെ നിങ്ങൾ നോക്കേണ്ടതാണ് നിങ്ങളുടെ കുടുംബം. മെഡിമിക്സിൻ്റെ ചരിത്രം അതാണ്. മെഡിമിക്സിൻ്റെ ചരിത്രത്തിൽ അവർ ഉപയോഗിച്ചിരുന്ന ഒരു ഹെർബൽ ഓയിൽ ഇത്രയും വലിയൊരു സോപ്പ് മാർക്കറ്റിലേക്ക് ഇറക്കാൻ പറ്റും എന്നുള്ളതാണ് ഡോക്ടർ സിദ്ധൻ ഉപയോഗിച്ച തന്ത്രം. അതുപോലെ ദിവസവും രാവിലെ 100 ഇഡ്ഡലി ഉണ്ടാക്കി തലയിൽ വെച്ച് കൊണ്ടുവിറ്റ് അത് വെച്ച് കുട്ടികളെ പഠിപ്പിച്ച ആൾ ഇന്ന് ഇഡ്ഡലി ലോകം മുഴുവൻ എക്സ്പോർട്ട് ചെയ്യുന്നു. മനസ്സിലാവണം. അതുപോലെ ഓരോ വീട്ടിലും അച്ഛനോ അമ്മയോ ചെയ്യുന്ന തൊഴിലിനെ എങ്ങനെ നമുക്ക് അത് വിപുലീകരിക്കാം എന്ന് ചിന്തിക്കാൻ പറ്റും. അപ്പോൾ അതൊക്കെയാണ് അവസരങ്ങൾ. ആദ്യം നമ്മുടെ കയ്യിലുള്ള അതൊക്കെ വലിയ മാർക്കറ്റാണ്. പക്ഷെ നമ്മൾ വിചാരിക്കാതെ എന്ത് സാധനമാണ് അതാണ്. അപ്പോൾ മീൻ കച്ചവടം പോലും ഇന്ന് പാക്കേജിലാണ്. അപ്പോൾ അതിനൊക്കെ ഒരു പെരുമയുണ്ട്. അപ്പോൾ ആ രീതിയിൽ അത് ഉപയോഗപ്പെടുത്തുക എന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. എന്തായാലും ഇത്രയും നേരം ഞങ്ങളുമായി അനുഭവങ്ങളും ഓർമ്മകളും പങ്കുവച്ചതിന് വളരെ നന്ദി. താങ്ക് യു. സന്തോഷം.